ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടന്നു തന്നെയാണ്. ഈ വേൾഡിൽ നമുക്ക് വേറെ ആരെങ്കിലും കാണണായിരുന്നെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് വല്ല ഹെൽപ്പ് ചോദിക്കായിരുന്നു. അവിടെ ആരുടെ ഒരു പേര് കാണുന്നുണ്ട്. ഇത് നമ്മുടെ അവനല്ലേ, റെജിമോൻ. ഹലോ. ഞാനിവിടെ ഇങ്ങനെ അലഞ്ഞേരിഞ്ഞ് നടക്കണേ, ഫുഡ് ഒന്നും ഇല്ലാണ്ട്. ഇത്തിരി ഫുഡ് ഉണ്ടാവോ? അങ്ങോട്ട് കേറാനുള്ള വഴി. ഫുഡാ. ഗോൾഡൻ ക്യാരറ്റിൻ, ഡയമണ്ട് ആർമറൊക്കെ എൻചാൻഡ്. ആളാകെ മാറിപ്പോയല്ലോ അങ്ങോട്ട്. എന്റെ ഒരു സ്കെൽറ്റൻ അടിക്കാൻ പറ്റുന്നുണ്ട്. നിന്റെ പേര് പറഞ്ഞാ മതിയോ? മാറി തരുമോ? ഇവിടെയാണോ നിങ്ങൾ ബ്രീഡർ? അയ്യോ, എന്നെ എടുക്കാൻ വല്ല വഴിയുണ്ടാ? എന്നാ മൈൻകാട്ടുകൂടി എടുക്കാനെ. ഇത് കുഴിയൊക്കെ അടക്കണ്ടേ? ഇതാണല്ലോ അതിന്റെ ബേസ്. ചാടണ്ട, ഇത്ര നല്ല വഴിയൊക്കെ ഇല്ലേ? അതാണല്ലോ സ്റ്റോറേജ്. ഇതാണല്ലോ ഇതിന്റെ സ്റ്റോറേജ് എന്ന്. ഞാൻ എവിടെ കിടക്കും? ഓക്കെ. കൊതുകൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? പിന്നെ വീടിനെ പറ്റി പറയണെങ്കിൽ 2 നില വീടാണ്. പക്ഷെ ഈ നില മാത്രമേ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൂ. പൊക്കത്തോട്ട് കയറി കാണിച്ചു തരാതെ. പൊക്കത്തെ നില അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പാത്ത് വേ ഒക്കെ ഉണ്ട്. ഏരിയ. പിന്നെ ഈ ഫോട്ടോ കാണണ്ട ഈ സ്ഥലത്തൊക്കെ. ഇവിടെയൊക്കെ ഞാൻ ബാരൽ വെച്ചിരുന്നേട്ടാ. ഈ വില്ലേജസ്മാര് ബാരൽ എടുക്കാനാ ഫിഷർമാൻ ആവണം. ഞാൻ അതെല്ലാം എടുത്ത് മാറ്റി. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇവന്മാർക്ക്. പിന്നെ ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കുക, വെള്ളമൊക്കെ കുടിക്കുക. നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. വൈബാണ് ഇവിടെ. നോക്കിക്കഴിഞ്ഞാൽ എന്റെ ബേസിലെ മിക്ക സ്ഥലവും കാണാൻ പറ്റും. തിരിച്ചിറങ്ങി ഈ വഴി ഇറങ്ങാതെ നീ വന്നേ. അപ്പൊ അത് ഇവിടെ ഡോർ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വീടിന്റെ പേര് ഫാമിലിയാ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫാനായിട്ട് ഇവിടെ ഞാൻ സത്യം പറഞ്ഞ മെയിൻ ആയിട്ട് കഴിക്കാന്ന് പറഞ്ഞാൽ ഈ തണ്ണിമത്തങ്ങയാണ്. പിന്നെ നമുക്ക് ചെറിയൊരു എക്സ്പെൻസീവ് പാത്ത് വേ ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതെ. നമ്മുടെ ഒരു പടം നമ്മുടെ കൂട്ടുകാരൻ വരച്ചു തന്നെയാണ്. ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് നമുക്ക് എന്തായാലും ട്രേഡിംഗ് അരീന ഒന്ന് നോക്കിയാലോ? ഒരു ട്രേഡിംഗ് അരീനയാണല്ലേ ഈ കാണുന്ന ഇത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്ടാ. ഇതന്നെ മൈൻകാർട്ട് ഇറക്കാൻ പറ്റുമോ ഇതിൽ കൂടി? മൈൻകാർട്ട് ഇറക്കാൻ ബാക്കിക്ക് റെയിൽ വെക്കാൻ ഉണ്ടാവും. അല്ല, അങ്ങോട്ടൊക്കെ ഞാൻ ജീവനോട് ഉരുണ്ട് വരുമല്ലോ അല്ലേ? കണ്ടു കഴിഞ്ഞിട്ട് തലടിക്കാൻ പോണ പോലെ ഒരു മനസ്സ് പറയാണ്. നീ വന്നോ? അതൊന്നും സീനില്ല. വന്നേ. അയ്യോ, പളം തെറ്റിപ്പോയി. മൈൻകാർട്ടിന് എവിടെ നോക്കണം? ഗോൾഡൻ ക്യാരറ്റ്. മച്ചാന്റെ പേരെന്താ? രതീഷ. പിന്നെ എനിക്ക് ആർമറൊക്കെ വിറ്റുള്ളത് ഈ 2 ആൾക്കാരാ. പണിയെടുക്കണമാരാണ്.
ഉമ്മാര് ഭയങ്കര ഹാർഡ് വർക്കിംഗ് മെന്റാലിറ്റി ഉള്ള പിള്ളേരാ. ഓ ഫുൾ ടൈം പണിയെടുക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ പെട്ടെന്ന് ട്രേഡ് മാറ്റുകയും ചെയ്യും ഉമ്മാര്. യു മീൻ കാലമാറ ലോക്ക് മാറ്റും, ട്രേഡിന്റെ ലോക്ക് മാറ്റി പഠിച്ചു ഉമ്മാര്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ. പിന്നെന്ന് പറയുമ്പോ നീ സെക്കൻഡ് ഫ്ലോർ കണ്ടില്ലല്ലോ? ഇല്ല. അത് കണ്ടേ? അതാണ് മറ്റേ വെള്ളമൊക്കെ വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് വെള്ളം വഴി വെള്ളം വെച്ചിട്ട് ഇറങ്ങാനായിട്ട് ഹെൽപ്പൊന്നും ഇല്ല. ഹെൽപ്പും മറ്റേ സോൾ സാൻഡ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ആക്കണം. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഒരു 30 വില്ലേജറിനകത്തേ ഉള്ളൂ. ഈ ലൈറ്റിംഗ് വെച്ചേക്കണുള്ളാട്ടാ ഈ ജാക്കോലാൻഡ്. അത് വേറെ ഇതൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ലാൻഡുകളൊന്നും. അതിപ്പോ നല്ല വെട്ടമുണ്ട് ഈ റൂമില്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ 33 ബുക്ക് വെക്കണ വില്ലേജർമാരുണ്ട്. അവന്മാരെ വെക്കാൻ വിചാരിച്ചു. അപ്പൊ എനിക്ക് അത്രയ്ക്കില്ലടാ. മറ്റേ എന്തൽപ്പോ അപ്പൊ അത് സത്യം കൊല്ലാൻ പണിയുള്ളത് അങ്ങനെ മേടിക്കാട്ടാ. കൂട്ടുകാരൻ പറഞ്ഞിട്ട് ലെവലാക്കി വെച്ചേക്കണ ഇവിടെ എത്ര പേരുണ്ട് ശരിക്കും പറഞ്ഞ? ഇവിടെ ഈ വേൾഡിൽ 4 പേരെ ഞാൻ കളിച്ചിരുന്നത്. പറയുമ്പോ എന്തോ എമറാൾഡിനാണ് എന്റെ അടുത്ത് വരുന്നത് ആൾക്കാര്. മെയിൻ ആയിട്ട് എമറാൾഡ് എന്റെ അടുത്ത് അത്യാവശ്യം ഉണ്ട്. റിച്ച് ആയിട്ടുള്ള സ്ഥലമൊക്കെ ആണല്ലോ ഇവിടെ. വെച്ചേക്കണേ സംഭവം ഞാൻ തിരിഞ്ഞ് കാണിച്ചുതരാം. പൗരുഷം ഏതാ പൗരുഷം? അത് തന്നെ 2 മണിയൊക്കെ അടിക്കും. ഞാൻ തരുന്ന നോക്കട്ടെ, എനിക്കിരിക്കാവോ? നോക്കിക്കോ. എങ്ങനെയുണ്ട്? കൊഴപ്പില്ല, പക്ഷെ എന്റെ അത്ര പൗരുഷില്ല. പിന്നെ നമുക്കിനി ബാക്ക് സൈഡ് കാണുന്നില്ല. പിന്നെ ഈ 2 കുഴിയുണ്ടാ? ഇത് കൂട്ടുകാരൻ മറ്റേ മൈനിങ് ഏരിയ എന്ന് പറഞ്ഞ ഉണ്ടാക്കി തന്നാ. പക്ഷെ അത് 0 വരെ പോലും പോണില്ല. ശരി, അതെന്താ മൈനിങ് ഏരിയ? അതവൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോ കേവ് കണ്ടപ്പോ അവൻ മതിയായി. അടിപൊളി. ഇവിടെ എന്താ സംഭവം? ഇവിടെ ഞാനൊരു അടിയുന്ന കണ്ടൊരു ഇതിനെ പിടിച്ചോണ്ടിട്ടതാ ടേം ആക്കിയിട്ട്. മറ്റേ സാഡിൽ കിട്ടുമ്പോ യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങക്ക് സാഡിൽ ഒപ്പിക്കാനുള്ളവർക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ലെതർ വർക്കർ മാക്സ് മാസ്റ്റർ ലെവലിൽ സാഡിൽ വിൽക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും അങ്ങനെ മേടിക്കാന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടതാ. പിന്നെ ഇത് ചെറിയൊരു പോണ്ട് ഇവിടെ ആക്സിലോടൊക്കെ ഉണ്ടായിരുന്നു. വടിയെ പോയായിരിക്കും. വടിയെ പോയി എങ്ങനെയാന്ന് കാരോട്. പിന്നെ ഇത് ഞാൻ വെറൈറ്റി ആയിട്ട് ഡിസൈൻ ചെയ്തൊരു സ്റ്റെയർ ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ചെസ്റ്റിൽ കുറച്ച് അയൺ ഇരിപ്പുണ്ട്. ഇപ്പൊ കുറച്ചാ 1 സ്റ്റാക്ക് ഉണ്ടല്ലേ അത്? എടാ അത് കുറവാണ്. ഞാനൊരു 5 സ്റ്റാക്ക് എടുത്ത് വെച്ചിരുന്നു. എമറാൾഡ് ആക്കിയത് കുറച്ചായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടെ? ഇവിടെ ഞാനൊരു ബീക്കൺ സെറ്റപ്പ് ചെയ്യാനാ വിചാരിച്ചത്. പക്ഷെ പിന്നെ എനിക്ക് കളിക്കാനുള്ള മൂടുമായിട്ട് ഞാൻ നിർത്തി, കളിക്കലേർത്തി. ഈ വേൾഡില് നെതർ പോർട്ടലൊക്കെ സെറ്റപ്പ് ചെയ്ത് ഞാൻ വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ. ഞാൻ സത്യം പറഞ്ഞ ഡെക്കറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല നെതർ പോർട്ടല്. എന്റെ വെറുപ്പിലുണ്ടായ നിന്റെ വേർപ്പിലുള്ള തിന്നാനായിട്ട് എനിക്ക് വിശപ്പാവണേ ഉള്ളൂ. ഇതിന്റെയൊക്കെ ജോലി പതുക്കെ നടക്കാനില്ല ബാക്കില് എന്ന് പറയണമെന്നൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഞാൻ നിനക്ക് എന്റെ ഫാംസ് കാണിച്ചു തരാം. ഫാം പോണത് ചെറിയൊരു ബോൺമീൽ ഫാം. ശരിതാ. ഇവിടെ എങ്ങനെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ പൊക്കത്ത് ഞാൻ മറ്റേ ഫ്ലവർ ലോഡ് ചെയ്യും. എന്നിട്ട് അതിങ്ങനെ അടിയിലോട്ട് ചെന്നിട്ട് ഇത് ബോൺമീലായിട്ട് ചെസ്റ്റിൽ വന്നിരിക്കും. അതിപ്പോ നമുക്ക് സത്യം പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ബോൺമീല. ഈ നമ്മളൊരു അയൺ ഫാം ഒക്കെ സെറ്റപ്പ് ചെയ്തത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഭംഗി കാണാൻ പറ്റും. അത് നല്ല ഭംഗിയുണ്ടല്ലോ. പിന്നെ അതായത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കി കാണിച്ചെടുക്കാം. എന്നിട്ട് നീ ഈ വഴി അടിയിലോട്ട് ഇറങ്ങണം. ഈ വഴി സ്റ്റെപ്പ് വെച്ച് കണ്ട ഇത് നമ്മളൊരു വൂൾ ഫാമാ. ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി. ഫുൾ ടൈം വർക്ക് ചെയ്തോണ്ടിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട്. അത് 24 വർക്കിംഗ്. വിട്ടുണ്ടാക്കിയല്ലേ ഇപ്പൊ?
ഇത് റെൻഡറായി നിൽക്കണ സമയം വരെ നമുക്ക് വർക്ക് ചെയ്യാം. ആ